ഉദ്ഘാടന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം രാവിലെ യൂത്ത് മീറ്റ് കെ.എ. റഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഈ സന്തോഷം പോലെ നമുക്ക് എന്നും അള്ളാഹു സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ. നാളെ സ്വർഗലോകത്ത് സന്തോഷിക്കുന്ന ഉത്തമന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുമ്പും നിങ്ങളുമായി ബന്ധപ്പെട്ടവനാണ് ഞാൻ. ഈ മദ്രസയുടെ കാര്യങ്ങളിലും ഒക്കെ മുമ്പ് ഇവിടെ വന്ന് ഞാൻ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നത് പ്രഭാഷണത്തിനല്ല, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ. ഈ സന്ദർഭം യൂത്ത് മീറ്റിലായതുകൊണ്ട് യുവാക്കളോട് ചില കാര്യം ഞാൻ പ്രത്യേകം പറയും. കാരണവന്മാരോടും സഹോദരിമാരോടും പണ്ഡിതരോടും എന്നോടും ഒക്കെ എനിക്ക് പറയാൻ, എല്ലാ കാര്യങ്ങളിലേക്കും നീങ്ങാൻ സമയമെടുക്കുന്നത് കൊണ്ട് വളരെ കൃത്യമായ വാക്കുകളിലൂടെ ഞാനത് നിർവഹിക്കുകയാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു പോരാട്ടത്തിലൂടെ, ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ നാം സ്വന്തം കാലിൽ നിൽക്കാൻ അവകാശം നേടിക്കഴിഞ്ഞു. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, പണം ചെലവഴിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ വഴിയിലായി. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നാം പുതുതായൊന്നും ചെയ്തില്ല. ഷിയാറുൽ ഇസ്ലാം മദ്രസ എന്തിന്റെ ഷിയാറായി വെളിപ്പെട്ടോ ആ ഷിയാർ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നതിന് വേണ്ടി നാം നിലകൊണ്ടു. ആ സുഹൃതം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്. അതുകൊണ്ട് സംശയിക്കേണ്ട, സംശയലേശമന്യേ നാം സത്യത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ അമൽ സുഹൃതമാണ്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെയുള്ള രംഗത്ത് ഒന്നേ പറയാനുള്ളൂ. അള്ളാഹ് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ വിജയം വന്നു കഴിഞ്ഞാൽ, ആരംഭ റസൂലിന്റെ പ്രയാസകരമായ മുന്നേറ്റം, വളരെ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടുള്ള നീക്കം, ആ ഇസ്ലാമിക രഥം നയിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രയാണം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ മക്കം പദ്ധതി വരുന്നു. മക്കം ഒരു കാലത്ത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വളരെ വിതുമ്പി കരഞ്ഞുകൊണ്ട് പരിശുദ്ധ കഅബയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒലിക്കുന്ന കണ്ണുകളോടെ, വറക്കുന്ന ചുണ്ടുകളോടെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങുമ്പോൾ ആദരവായ അസ്റഫുൽ ഖൽഖിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, നബിയേ, വിഷമിക്കണ്ടല്ല, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാത്തുക ഇലാ മആദ്. യുവത്വം അടയാളപ്പെടുത്തുക എന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയും, വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ സീനിയർ ട്രെയിനർ സിറാജുദ്ദീൻ പറമ്പത്തും ക്ലാസ് എടുത്തു. യുവത്വത്തിന്റെ ദിശ നിർണയിച്ച വിഷയങ്ങൾ സദസ്സിന് വേറിട്ടൊരനുഭവമായിരുന്നു. വൈകുന്നേരം നടന്ന ദിക്റുൽ ദുആ സമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥാപനമാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അപ്പൊ ഈ സുന്ദരമാവുന്ന ഈ വലിയ കെട്ടിടം, ഈ കെട്ടിടത്തിന് വലിയൊരു ബഹുമാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ പറഞ്ഞില്ലേ, അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മാത്ത്, ഉമ്മമാരെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം. എന്താ ഉമ്മമാരെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ, ഉമ്മമാര് നല്ല ഉമ്മമാരാവണം എന്നാ റസൂൽ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിലുള്ള ഉമ്മമാർ അവർ ശുദ്ധവതികളാവണം. ഉമ്മമാരെ പിൻപറ്റുന്ന സ്വഭാവമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പൊ നല്ല ഉമ്മാനോട് പിൻപറ്റിപ്പോയാൽ ആ കുട്ടി എവിടേക്കെത്തും? സ്വർഗത്തിലെത്തും. അതാണ് ഉമ്മാന്റെ കാൽപ്പാടുകളെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ കാല് നിൽക്കുക എന്നല്ല, ഉമ്മാനെ ബഹുമാനിക്കണം എന്നല്ല ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉമ്മാനെ ബഹുമാനിക്കണം എന്നുള്ളതിന് ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ടോ. ഈ ഹദീസ് കൊണ്ട് റസൂൽ ഉദ്ദേശിക്കുന്നത് രണ്ട് സംഗതിയാണ്. എന്താ രണ്ട് സംഗതി? ഒന്ന്, വീട്ടിലുള്ള ഉമ്മമാരോടുള്ള ഒരു കൽപ്പന, ഉമ്മമാരെ നിങ്ങൾ വിശുദ്ധവതികളാവണം. എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾ വിശുദ്ധവതികളാവണം എന്ന് പറഞ്ഞത്? നിങ്ങളെ സ്വഭാവങ്ങളായിരിക്കും നിങ്ങളെ മക്കൾ പകർത്തുക ജീവിതത്തിൽ. നിങ്ങളെ സ്വഭാവമാണ് നിങ്ങളെ മക്കൾ പകർത്തുക. നിങ്ങളെ സ്വഭാവം നിങ്ങളെ മക്കൾ പകർത്തിയാൽ ആ മക്കൾ എന്താവണം എന്നറിയോ? നിങ്ങളെ പിൻപറ്റിയും കൊണ്ട് സ്വർഗത്തിലെത്തുന്നതായ ഒരു സ്വഭാവം ഉണ്ടാക്കണം. അതാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്. ഉമ്മമാരെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയാൽ കുട്ടിക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അതിന് ഉമ്മ നന്നാവണ്ടേ? അപ്പൊ വീട്ടിലുള്ള ഉമ്മമാർ നന്നാവണം.
അപ്പൊ വീട്ടിലുള്ള ഉമ്മമാര് നന്നായി ആ വിശുദ്ധവതികളായ ഉമ്മമാരാവണം. അങ്ങനെ വിശുദ്ധവതികളായ ഉമ്മമാരെ കുട്ടികൾ പിൻപറ്റിപ്പോണം. അങ്ങനെ പിൻപറ്റി പോയി ആ കുട്ടി സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. അതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്. ഉമ്മമാരെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. അപ്പൊ ഉമ്മമാര് വിശുദ്ധവതികളായ ഉമ്മമാരാവണം. ആ ഉമ്മമാർക്കുള്ളതായ സ്വഭാവങ്ങളായിരിക്കും ഉപ്പാന്റെ സ്വഭാവത്തിനേക്കാൾ കുട്ടിന്റെ മനസ്സിൽ അധികം കടന്നു വരിക. കുട്ടിയുടെ വാപ്പമാരുടെ സ്വഭാവമല്ലേക്കാരും കുട്ടികൾക്ക് അധികം ഉണ്ടാവുന്നത് ഉമ്മമാരുടെ സ്വഭാവം. ഉമ്മമാരെ ഭാഷകളാണ് കുട്ടികൾ അവലംബിക്കുന്നത്. അപ്പോ അതുകൊണ്ടില്ലേ മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഉമ്മന്റെ ഭാഷ എന്നാ. ഉമ്മന്റെ ഭാഷയാണ് കുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മന്റെ സ്വഭാവമായിരിക്കും കുട്ടി പഠിക്കുക. അപ്പൊ ഉമ്മന്റെ സ്വഭാവം പഠിക്കണം. അപ്പൊ ഉമ്മന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അപ്പൊ നമ്മളെ വീട്ടിലുള്ളതായ ഉമ്മമാരും തന്നെ കുട്ടികളെ ദീനിയായ വളർച്ചയിൽ അവർക്ക് ഒരു 75% എന്നല്ല 99% തന്നെ അതില് പങ്കുവഹിക്കാൻ കഴിയുന്നവർ ഉമ്മമാരാണ്. അപ്പൊ ആ നിലക്ക് ഉമ്മമാരും നല്ല ഉമ്മമാരായി നല്ല നിലക്ക് ഈ കുട്ടികളെ വളർത്തി അവരെ സ്വർഗത്തിൽ എത്തിക്കുന്നതായ പണി നമ്മളെല്ലാവരും എടുക്കണം. അത് വെറും ഒരു ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ പാവങ്ങളാണ്. മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരൊക്കെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമുള്ളൂ. മതവിദ്യാഭ്യാസത്തിന്റെ സുതാര്യതയും ആവശ്യകതയും വിശകലനം ചെയ്ത ചടങ്ങിൽ അബ്ദുൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ ക്ലാസ് എടുത്തു. പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കെന്ന് നിർവഴി കാട്ടുവാൻ മക്കത്തോദിച്ച ഹബീബുള്ളാഹ് മകൾക്ക് ഉത്തമി ആമിന ബീബി പറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് അവർ സൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ചു. അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ചു. ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതും അടയ്ക്കുന്നു. പഴുതും നടക്കുവാൻ ശീലത്തുമ്പില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്തേ റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പന്നോട് കാലിൽ കടിക്കുന്നു. മുർപ്പിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിൻ വേദന മാറുന്നില്ല. പൊട്ടിയൊലിച്ചുള്ള കണ്ണീനീർ തുള്ളികൾ പെട്ടെന്ന് മുത്തേ റസൂലിന്റെ വട്ടാമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണ്ടെന്നവർ നോക്കുന്നേ. ഏലംകുളം ബാപ്പു മുസ്ലിയാർ ദിക്ർ ദുആക്ക് നേതൃത്വം നൽകി. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ സംഗമത്തെ അവൻ പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, മഖബൂലായ, മർദിയായ സംഗമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, മശായിഖ് ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാര്,
ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിച്ച സഹായിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും ഈ സംഗമത്തിലേക്ക് സഹായിച്ച, സഹകരിച്ച, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, കാശും സാധനവും ഭക്ഷണവും ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള മറ്റെല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും അല്ലാഹു റഹ്മാനും റഹീമുമായ ഗഫാറുമായ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കെട്ടിടോദ്ഘാടനത്തിന്റെ 3-ാം ദിവസം രാവിലെ നടന്ന കുരുന്നുകൂട്ടം വേറിട്ട കാഴ്ചയായി. ഷിആറുൽ ഇസ്ലാം മദ്രസയിലെ കുരുന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച പരിപാടി ആബിദ് ഹുദവി തച്ചന്ന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അബ്ദുസലാം സൽമാനി ക്ലാസ് എടുത്തു. ഞാനിവിടെ അടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. കൊട്ടൂക്കര പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഒരു ദിവസം എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഒരു കുട്ടിയുടെ ഒരു ക്ലാസ്സിൽ അവന് എന്ന് എണീക്കുമ്പോഴും 7 മണിയാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ചീക്കോട് പ്രദേശം ഇനി ഒരു ചരിത്ര ഭൂമികയാണ്. ചൈതന്യം പ്രസരിക്കുന്ന ഷിആറുൽ ഇസ്ലാം മദ്രസയിലൂടെ